ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോവുക. അതായത് എൻ്റെ ഒരു പഴയ സ്പീക്കർ ഉണ്ടാവും. ഇത് എൻ്റെ വോളിയത്തിന് എന്തോ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അതത്ര അഴിച്ചു. ഇതാണ് അവസ്ഥ. അതായത് സ്പീക്കർ മൊത്തം പോയി, പേപ്പർ മൊത്തം പോയി. അപ്പോൾ അതിൻ്റെ ബോർഡ് നല്ലതാണ്, ബാറ്ററി നല്ലതാണ്. അപ്പോൾ എനിക്ക് സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു റീബിൽഡ് ചെയ്യായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് ഒരു സ്പീക്കർ കിട്ടി, രണ്ട് പവർ സ്പീക്കർ എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചാൽ ഞാൻ റീബിൽഡ് ചെയ്തൊക്കെ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പഴയ സ്പീക്കറിന്റെ ബോഡി പാർട്സ്. അതുപോലെ തന്നെ അതാണ് സ്പീക്കർ, ഡാമേജ്ഡ് ആയ സ്പീക്കർ. ഇതാണ് ഞാൻ പുതിയ തപ്പിയെടുത്ത സ്പീക്കർ. അതായത് കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ല വർക്കിംഗ് ആയിട്ടുള്ള സ്പീക്കർ തന്നെയാണ്. പിന്നെ ഇത് അതിന്റെ ബോർഡാണ്, സ്പീക്കറിന്റെ, അതായത് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബോർഡാണ്. ബൂട്ട് കാണിച്ചു തരാം. വർക്കിംഗ് ആണ്, ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അത്യാവശ്യം. ഞാനിവിടെ എടുത്തേക്കുന്നത് മൾട്ടിവുഡിന്റെ ബോർഡാണ്. അതായത് ഞാൻ മൾട്ടിവുഡ് കട്ട് ചെയ്ത് ഞാനൊരു റെക്ടാങ്കിൾ ഷേപ്പിലായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിന്റെ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് അത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അവിടെയാണ് ബോർഡ് സെറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ബോർഡ് സെറ്റ് ചെയ്യാണ്. ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ സ്വിച്ചസിന് വേണ്ടിയിട്ട്. ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു സംഭവം. ഇത്തിരി കഷ്ടപ്പെട്ടു ആ ഒരു അതിൽ സെറ്റാക്കി എടുക്കാനും സ്വിച്ചസിന്റെ ഒപ്പം അലൈൻ ചെയ്ത് കൊണ്ടുവരാനും. പിന്നെ ഇനി നമ്മൾ ബോക്സ് ആയിട്ട് ഫ്രെയിം ചെയ്യാണ്. ഫ്രെയിം ചെയ്തെടുത്ത് ബാറ്ററിയും ടൈ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ സ്പീക്കർ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്പീക്കർ അതുപോലെ തന്നെ സ്ക്രൂവും ചെയ്യുന്നുണ്ട്, ഗമ്മും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബാക്കപ്പ് ആയിട്ട് രണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബോർഡിലേക്ക് സോൾഡ് ചെയ്ത് രണ്ടും ജോയിൻ ചെയ്യുകയാണ്. ഇനി സ്ക്രൂ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. സ്ക്രൂ ചെയ്തു. ഇതിപ്പോൾ സ്പീക്കറിന്റെ ഫ്രണ്ട് സൈഡാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് ഞാൻ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പീക്കറിനൊരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നെറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല. സ്പീക്കർ മൊത്തത്തിൽ റീബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വെച്ചാൽ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് പണിയായിരിക്കും. അപ്പോൾ തന്നെ ഈ സ്വിച്ച് സെറ്റ് ചെയ്യാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. മറ്റേ സാധാരണ അതിനകത്ത് ഉണ്ടാകുന്ന സ്വിച്ച് തന്നെ കുറച്ച് റീവർക്ക് ചെയ്ത് മൊത്തം ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഞാൻ കൂട്ടി കാണിച്ചു തരാം. സാധനം സെറ്റ് ആയിട്ടുണ്ട്, കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല, രണ്ട് സ്പീക്കർ പവറുണ്ട്. പിന്നെ ബാസ് ആ ഒരു ബാസ് ഇല്ല, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട്. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സ്പീക്കറാണ്, പക്ഷെ അടിച്ചു പോയിട്ട് വേറെ വഴിയില്ല, കേൾക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് മൊത്തത്തിൽ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോർഡ് നല്ലതുകൊണ്ട് ഞാൻ മാത്രം റീബിൽഡ് ചെയ്താണ് സ്പീക്കർ ചെയ്തിട്ട്. ബാറ്ററി നല്ല ബാക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പ്രതീക്ഷിച്ച എത്ര വലുതാവുമെന്ന് പ്രതീക്ഷിച്ച വീഡിയോ വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ സ്പീക്കറോ അതേപോലത്തെ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ റീബിൽഡ് ചെയ്തെടുക്കാം. എനിക്കിത് 0 കോസ്റ്റാണ്. ആകെ എനിക്ക് ചിലവായത് ഗമ്മിൻ്റെ 1-2 സാധനങ്ങൾ മാത്രമേ, അല്ലാണ്ട് വേറെ ഒരു എഞ്ചിന്റെ പൈസ ആയിട്ട് മുടക്കിയിട്ടില്ല. മൊത്തം സ്ക്രാപ്പ് ചെയ്ത് അവിടെ നിന്നൊക്കെ സാധനം ഒപ്പിച്ചെടുത്തിട്ട് ഞാൻ ചെയ്ത സാധനം. അപ്പോൾ
പൈസ മുടക്കിയാലും അതായത് പഴയ സ്പീക്കർ പൊളിച്ച് ഇതേപോലെ ചെയ്തിരിക്കരുത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, ബൈ.